പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ശാബത്തില് നന്നായിട്ട് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെന്ന് അച്ഛനറിയാം. പ്രത്യേകിച്ച് നോമ്പിന്റെ പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ യാത്രയാകുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം. എല്ലാവർക്കും അറിയുന്ന വചനമാണ്. ദൈവം സ്നേഹമാണ്. കർത്താവേ, ഈ ഒരു സ്നേഹത്തിന് നമുക്ക് ചില സമയത്തൊക്കെ നമ്മളങ്ങോട്ട് ശരിക്കും വരണ്ട അവസ്ഥയിലൊക്കെ ശരിക്കും നമ്മൾ ആവർത്തിച്ച പറയും, ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവമേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണേ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇതിപ്പോൾ നെസ്റ്റിലാണ് കേട്ടോ, നമ്മുടെ അതിരൂപതയുടെ ഡി അഡിക്ഷൻ സെൻ്ററാണ് നെസ്റ്റ്. ഞാൻ ഇന്നലെ ഞാനൊരു അത്ഭുതം സഹോദരങ്ങൾ. അതായത് അവിടുത്തെ ഡയറക്ടർ നമ്മുടെ ടിജോ അച്ഛൻ അവിടുത്തെ സ്വന്തം മക്കളെ പോലെ കൊണ്ടുപോയിട്ട് അവരെ കളിക്കാൻ കൊണ്ടുപോകുന്നു. ഫുട്ബോൾ കളിക്കുന്നു, അവരുടെ കൂടെ അച്ഛനും കളിക്കുന്നു. ഞാൻ എൻ്റെ സഹോദരൻ ശരിക്ക് ഈ ദൈവസ്നേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സ്ഥാപനങ്ങളും ഞാൻ എടുക്കുമ്പോൾ ശരിക്കും ഇതുപോലെ സമർപ്പിച്ച അനേകം വിശുദ്ധരായ വൈദികരെ, അനേകം വിശുദ്ധരായ സിസ്റ്റേഴ്സ്, അവരുടെയൊക്കെ ശരിക്കും ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് എവിടെയായിക്കോട്ടെ കേട്ടോ, അതുപോലെ സമർപ്പണം ചെയ്യുന്ന ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും നമുക്കുണ്ടെന്നുള്ളത് ശരിക്കും ഈ ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ സ്നേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ സ്നേഹത്തോടെ ചെയ്യാൻ വേണ്ട അഭിഷേകം ഞങ്ങൾക്ക് വേണം. അതിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് അനേകർ അച്ഛനറിയാം, ഇന്ന് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ സമർപ്പണ ദിവസമാണെന്നറിയാം. അച്ഛനും പ്രതിഷ്ഠയുടെ 33-ാമത്തെ ദിവസത്തിലാണ്, ഇന്ന് സമർപ്പണ ദിവസത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിരുന്നു പ്രഭാതത്തിൽ അച്ഛൻ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.